ആനന്ദമേകുന്ന നാദപ്രവാഹം. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ഏഷ്യനെറ്റ് റേഡിയോ 657 AM. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ആതുര സേവന രംഗത്തും ധനവിനിമയ രംഗത്തും മലയാളികളുടെ ആത്മമിത്രം അഹല്യ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തികാസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ.വി. ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷംസുദ്ദീൻ. ഗുഡ് മോർണിംഗ് രമേശ് ജി. മാർക്കറ്റ് കുറച്ച് നല്ലൊരു സൂചന കാണിക്കുന്നുണ്ടല്ലേ? അതെ, എന്നാലും മാർക്കറ്റ് ഇപ്പോഴും 17,700.02 41.67 ഡൗൺ ആണ്. BSE NSE 5,364.25 16.35 താഴെയാണ് കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മാർച്ച് 16 തീയതിയാണ് ബഡ്ജറ്റ്. അപ്പം അത്രയും പല ഊഹാപോഹങ്ങളും ഉണ്ടാവും. റെയിൽവേ ബഡ്ജറ്റ് 14 തീയതിയാണ്. അപ്പോൾ മാർക്കറ്റ് ഇനി ഒരു ചാഞ്ചാട്ടം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഒരു സന്തോഷ വാർത്ത പത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് മിക്കവാറും 2 ലക്ഷം ആക്കി ഉയർത്തും എന്നായിരുന്നു. ഇപ്പോഴും 1,80,000 അത് മിക്കവാറും 3 ലക്ഷം ആക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് ടാക്സ് കോഡ്, ന്യൂ ടാക്സ് കോഡ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ബഡ്ജറ്റിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് കുറേയും കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കാൻ സാധ്യതയുണ്ടെന്ന് നിരന്തരമായിട്ട് എക്കണോമിക് ടൈംസും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇങ്ങനെയുള്ള പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല അവസരമാണ്. പ്രത്യേകിച്ചും പ്രവാസികളെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവാസി സംഘടനകൾക്കൊക്കെ ശക്തിയായിട്ട് പ്രതികരിക്കാൻ വീണ്ടും സമയം കിട്ടുകയാണ്. പ്രത്യേകിച്ചും 2 months നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അത് മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോട് കൂടിയിട്ടാണ്, അഥവാ അടുത്ത വർഷം ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ നമ്മളുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാവും. അത് പഴയ നിലയിലേക്ക് മാറ്റാൻ സാധ്യത ഉണ്ടായിത്തീരും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവൻ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യ, ചൈന ഒഴികെ മറ്റുള്ള രാജ്യങ്ങൾ. എന്നിട്ട് പോലും ഹംഗറി, ഈജിപ്ത്, ഇന്ത്യ, ടർക്കി, ഗ്രീസ് ഇങ്ങനെയുള്ള കൺട്രീസിലെ മാർക്കറ്റ് 2011 കഴിഞ്ഞ വർഷം വളരെ ഉയർന്ന നിലയ്ക്ക് നമുക്ക് കാണുവാൻ സാധിച്ചു. കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് അത് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. മറ്റുള്ള അമേരിക്കൻ മാർക്കറ്റ്, മറ്റു യൂറോപ്യൻ മാർക്കറ്റ്, മറ്റുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഈ കൺട്രികളിലെ മാർക്കറ്റ് കുറേയും കൂടെ മെച്ചപ്പെട്ട നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, സെബി വളരെ സ്ട്രിക്റ്റായിട്ട് വരികയാണ് കാര്യങ്ങൾ. കമ്പനികൾ നിക്ഷേപകർക്ക് നൽകേണ്ടത് നൽകാതിരിക്കുക, അങ്ങനെ നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് ഓൺലൈനിൽ സെബിക്ക് കംപ്ലൈൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കമ്പനിയുടെ ഡയറക്ടർമാർ ചെയ്യുന്നില്ലെങ്കിൽ കമ്പനിയെ ഡീലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പണിഷ്മെൻറ്റ് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചും സെബി ചെയ്യുന്ന മഹത്തായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിക്ഷേപകർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, ഡിവിഡൻഡ് കിട്ടായിക, അല്ലെങ്കിൽ ബോണസ് ഡിക്ലെയർ ചെയ്തിട്ട് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ഓഫർ ഉണ്ടായിട്ട് അതിൻ്റെ അപേക്ഷ കിട്ടാതിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഗ്രീവൻസ് സെല്ലുണ്ട് സെബിയുടെ. ആ ഗ്രീവൻസ് ഓൺലൈനിൽ തന്നെ sebi.india.com sebi.india.com എന്ന അഡ്രസ്സിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു നമ്പർ നമുക്ക് കിട്ടും, കംപ്ലൈൻറ്റ് നമ്പർ നമുക്ക് കിട്ടും. അത് ഉടനെ ഓരോ കമ്പനിക്കും പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി അത് പരിഹരിച്ച്
സെബിയെ അറിയിച്ചേ തീരൂ. അങ്ങനെ അറിയിക്കാതിരുന്നെങ്കിൽ ചെയ്തില്ലെങ്കിൽ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ അത് ഇത്ര കംപ്ലൈൻറ്റ് വന്നു, അത് ഇത്ര കംപ്ലൈൻറ്റ് മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ, ബാക്കി ഇത്ര ഉണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാണ്. അതിനും പുറമെയാണ് ഇങ്ങനെയുള്ള ശിക്ഷാവിധികളൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാറൻ ബഫ ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നിക്ഷേപകർക്ക് കൊടുത്തിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഗോൾഡ് നിക്ഷേപവും മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഗോൾഡിൽ ചെയ്യുന്ന നിക്ഷേപം ഒരു ഇംപ്രസീവായിട്ടുള്ള അസറ്റായിട്ട് ഒരിക്കലും കാണരുത്. അതേ സമയത്ത് അത് ഒരു ഫിയർ ഡ്രിവൺ, ഭയം കാണുമ്പോൾ, മാർക്കറ്റിൽ വിശ്വാസരാഹിത്യം ഉണ്ടാകുമ്പോൾ അതിനെ ഭയന്നുകൊണ്ടാണ് ആളുകൾ ഗോൾഡിലേക്ക് പോവുക. അതുകൊണ്ടാണ് ഗോൾഡ് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ നിക്ഷേപ മേഖലയിൽ നിന്നുള്ള അനുഭവം വെച്ച് പറയുന്നത്, ലോകത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് ഓഹരിയിലുള്ള നിക്ഷേപത്തിലാണ്. മാത്രമല്ല അതിൽ നമ്മൾ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പങ്കാളി ആവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള എല്ലാവരെ പോലെ ഏതൊരു ഡയറക്ടർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്നോ, അദ്ദേഹത്തിന് ലാഭവിഹിതം കിട്ടുന്നു, ബോണസ് കിട്ടുന്നു എന്നതുപോലെ അനുപാതികമായിട്ട് ഒരു ഷെയർ ഹോൾഡർക്ക് പോലും അത്രയും ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പോൾ അതിൽ ഒരു പങ്കാളിത്തം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അതുവഴി നമ്മൾ ചെയ്യുന്നത്. വൻ വ്യവസായങ്ങളുടെ ചെറിയൊരു പങ്കാളിയായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. മാത്രമല്ല എത്രയോ അധികം ഗവൺമെൻറ്റിൻ്റെ ടാക്സിന് ഗവൺമെൻറ്റിനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഉണ്ടായിക്കൊണ്ടിരുന്ന നാടിൻ്റെ വികസനത്തിലും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും എല്ലാം പങ്കാളിയായി തീരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലുള്ള ഒരു വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത ആഴ്ച സാധിക്കുമെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വൈ അതർ കൺട്രീസ് ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളതിനെ സംബന്ധിച്ച്, എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് സെഷൻ തന്നെ നമുക്ക് ചെയ്യാം. കാരണം ധാരാളം കാരണങ്ങളുണ്ട് അതിന്. ലോകത്തിലെ ഏറ്റവും സാധ്യതയുള്ളൊരു രാഷ്ട്രം ഇന്ത്യയായി മാറിയിരിക്കുകയാണ്. ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യം എന്നായിട്ടാണ്, അങ്ങനെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഇനി ഒരു 2050 വരെ, അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. 2050 വരെയുള്ളൊരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സുവർണ ദശയായിരിക്കും. അതായത് അപ്രതീക്ഷിതമായിട്ട് ഒന്നും സംഭവിക്കാതിരുന്നെങ്കിൽ എന്നും കൂടെ പറയണം. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതെ, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേസമയത്ത് ഇന്നത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ, അടുത്ത 50 വർഷം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും നിക്ഷേപിക്കാൻ അനുകൂലമായ സാഹചര്യമുള്ള ഒരു രാഷ്ട്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണെന്ന് തുറന്നു പറയാൻ യാതൊരു മടിയില്ല. അത് നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അതേസമയത്ത് ഇന്ന് ഞാൻ വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് SIPയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ SIPയിൽ വളരെ വൻതോതിൽ ആളുകൾ നിക്ഷേപം തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അതേസമയം ആ SIP ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്കീം റിലയൻസ് ഗ്രോത്ത് ഫണ്ടായിരുന്നു. ഇന്ന് വാല്യൂ റിസർച്ച് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. valueresearch.com പോയി കഴിഞ്ഞാൽ അത് കിട്ടും. 9-ാം തീയതിയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. റിലയൻസ് ഗ്രോത്ത് 26.86, അതായത് 1000 ഉറുപ്പിക കഴിഞ്ഞ 10 വർഷം റിലയൻസ് ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ആവറേജ് റിട്ടേൺ കിട്ടിയിട്ടുള്ളതാണ് പറഞ്ഞത് 26.86. അതുകൊണ്ട് 6,00,000
4,000 ഉറുപ്പികയായിട്ട് മാറിയിരിക്കുന്നു. ഓഹോ. 5 ഇരട്ടിയായി മാറിയിരിക്കുന്നു. 10 വർഷം കൊണ്ട് നമ്മൾ എല്ലാ മാസവും ചെയ്തുകൊണ്ട് 1,000 ഉറുപ്പിക വെച്ചുകൊണ്ട് 1,20,000 ഇൻവെസ്റ്റ് ചെയ്തത് 6,04,963 മാറിയിരിക്കുന്നു. എക്സാക്ട്ലി 5 ടൈംസായി മാറിയിരിക്കുന്നു. രണ്ടാമത് വരുന്നത് DSP ഈക്വിറ്റി ഫണ്ടാണ്. 25.48 തൊട്ടടുത്ത്. HDFC ടോപ്പ് 200 നമ്മൾ നിരന്തരം പറയാറുള്ള മറ്റൊന്നാണ്. 25.18 25.18. മാഗ്നം ഗ്ലോബൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണത്. 24.92. HDFC ഈക്വിറ്റി ഫണ്ട് 24.80. മാഗ്നം കോൺട്ര അതും SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ടാണ്. 24.38. HDFC ഗ്രോത്ത് ഏറ്റവും കൂടുതൽ നല്ല റിട്ടേൺ കാഴ്ചവെച്ചിട്ടുള്ളത് HDFC ആണ്. 23.11. മാഗ്നം മൾട്ടിപ്ലയർ അതും 22.91. ഫ്രാങ്ക്ലിൻ ഇന്ത്യ ബ്ലൂ ചിപ്പ് അത് വളരെ പഴക്കമുള്ള ഒരു ഫണ്ടാണ്. അത് 22.10. ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ പ്ലസ് 21.97. നമുക്ക് 21.97 വെച്ചുകൊണ്ട് എത്ര റിട്ടേൺ കിട്ടും 10 വർഷത്തില്? ഇതിലിപ്പോ ഏറ്റവും കുറഞ്ഞത് പറഞ്ഞത് അല്ലേ? കുറഞ്ഞതായിട്ട് പറഞ്ഞത് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തി 10 വർഷം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപം 4,35,000 ഉറുപ്പികയായിട്ട് മാറുന്നു. അപ്പൊ എത്ര നിക്ഷേപിച്ചിട്ടുണ്ടാവും അദ്ദേഹം? 1,20,000. എല്ലാം ഞാൻ 1,20,000 10 വർഷം കൊണ്ട് ചെയ്തതിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നോക്കുമ്പോൾ അത് 4,35,000 മാറിയിരിക്കുന്നു. അതേസമയം റിലയൻസ് ഗ്രോത്ത് ഫണ്ടില് ഏറ്റവും കൂടിയ റിട്ടേൺ കിട്ടിയ അനുഭവം വെച്ച് നോക്കുമ്പോൾ 6 ലക്ഷത്തെ സംതിങ് 5 ഇരട്ടിയായി മാറുന്നു. കാരണം 6 ലക്ഷം ആയി മാറിയിരിക്കുന്നു എപ്പോഴും. കാരണം ഒരു ഫണ്ട് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് റിലയൻസ് ഗ്രോത്ത് ആണെങ്കിലും നമ്മൾ കൂടുതൽ എമൗണ്ട് ചെയ്യുമ്പോൾ 3-4 എണ്ണത്തിൽ ചെയ്യലാണ് നല്ലത്. കാരണം ഇപ്പോഴ് ഇങ്ങനെ കാണിച്ചിട്ട് ചിലപ്പോഴും ഇത് മാറി വരാം, അതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്നാലും റിലയൻസ് ഗ്രോത്തിനെ വെട്ടിക്കാൻ മറ്റുള്ള ഫണ്ടുകൾക്ക് സാധിക്കുമോ എന്ന് ഇപ്പോഴും സംശയമാണ്. കാരണം 1995 റിലയൻസ് ഗ്രോത്ത് വന്നത്. അത് അന്ന് 1 ലക്ഷം ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതലാണ് കിട്ടുന്നത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 17 വർഷം കൊണ്ട് അത് 40 ഇരട്ടിയിൽ കൂടുതലായ അനുഭവമാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് 50 ലക്ഷം വരെ എത്തിയിട്ടുള്ള സമയവും ഉണ്ടായിരുന്നു. അപ്പം അത്രയും റിട്ടേൺ കിട്ടിയിട്ടുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിലയൻസ് ഗ്രോത്ത് ആണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. ഇപ്പോഴും നിക്ഷേപിക്കുമ്പോൾ ഇത് ഇപ്പോഴും വലിയ വ്യത്യാസം വരില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ 10 വർഷം ഇന്ത്യയെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ലോകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായതാണ്. ഇത് ചെയ്യുമ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന് മാർക്കറ്റ് കൂപ്പ് കുത്തിയ സമയത്താണ് 2002 ഇത് ആരംഭിക്കുന്നത്. 10 വർഷം എന്ന് പറയുമ്പോൾ ഏറ്റവും മോശമുള്ള സമയത്ത് വീണ്ടും അതിൻ്റെ ടോപ്പിലെത്തി 21,000 വന്നു 2008. ആ വർഷം തന്നെ വീണ്ടും കൂപ്പ് കുത്തി 8,000-ലേക്ക്. ഇതൊക്കെ സംഭവിച്ചിട്ടാണ് ഇത്രയും റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമ്മൾ പലതവണ നമ്മുടെ ശ്രോതാക്കളോട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിരന്തരം പറഞ്ഞിരുന്നു. പലപ്പോഴും നമ്മളെ വിളിച്ചു പറയാറുണ്ട്, താങ്കൾ പറഞ്ഞതല്ലോ ഇങ്ങനെയൊക്കെ, പക്ഷെ കാര്യമായിട്ട് മാറ്റം കാണുന്നില്ലല്ലോ എന്ന്. നമുക്ക് ഒരിക്കലും 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പെട്ടെന്ന് നേട്ടം കാണുന്ന ഒരു സംവിധാനമല്ല മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നത്. SIPയിലെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു ദീർഘകാലം ചെയ്യുക. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നാളെ ആവശ്യമുള്ളൊരു പൈസ എടുത്തിട്ട് SIP ചെയ്യുകയല്ല വേണ്ടത്. നമുക്ക് സൗകര്യപൂർവ്വം മാറ്റിവെക്കാവുന്ന, വലിയ ബാധ്യത ഒന്നുമില്ലാതെ മാറ്റിവെക്കാവുന്നൊരു സംഖ്യ ചെയ്യണം നമ്മൾ SIP ആയിട്ട്. അത് നാട്ടിലേക്ക് എന്ന് തിരിച്ചു പോകുന്നോ അതുവരെ അത് തുടരുക.
അത് 10 വർഷം എന്ന് ഇപ്പോൾ കാണിച്ചതുകൊണ്ട് 10 വർഷത്തിൽ അവസാനിപ്പിക്കുക അല്ല വേണ്ടത്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന് ചെറുപ്പക്കാരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു എത്ര വർഷത്തേക്കെന്ന് ഇപ്പോൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. എന്നാണോ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അന്ന് വരെ തുടരുക. ഇപ്പോൾ പലർക്കും ഈ 1000 എന്നുള്ളത് 10,000 വേണമെങ്കിൽ ചെയ്യാം. 10 വർഷം ചെയ്തിട്ട് 10,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 60 ലക്ഷം ഉറുപ്പികയാണ് അവരുടെ കയ്യിലുണ്ടാവുക. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സംഖ്യയിൽ നിന്ന് 1% എല്ലാ മാസവും എടുക്കാനാണ് പറയുന്നത്. എങ്കിൽ 60 ലക്ഷം ആയിട്ടുള്ളൊരു വ്യക്തിക്ക് പ്രതിമാസം 60,000 ഉറുപ്പിക എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുത്താലും 26% നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു വർഷം എടുക്കുന്നത് വെറും 12% മാത്രമേ ഉള്ളൂ. 14% അഡീഷണൽ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു പക്ഷേ ആവശ്യങ്ങൾ നിറവേറാൻ ഇത് മതിയാകും ഇപ്പോൾ. അതേസമയം 2-3 വർഷം കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബാധ്യതകൾ വരികയാണെങ്കിൽ, കൂടുതൽ പൈസ ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് സൗകര്യപൂർവ്വം എടുക്കാൻ അവിടെ വീണ്ടും കിടപ്പാണ്. ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം നമ്മൾ ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തിനാണ് SIP ചെയ്യുന്നതെന്നും SIP ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ SIP ചെയ്യുന്നത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഖ്യ കയ്യിലുണ്ടായാലേ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇന്ന് നമ്മുടെ കുടുംബം ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന് നമ്മൾ ഇപ്പോൾ ഒരു നിശ്ചിത സംഖ്യ നമ്മുടെ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുകയും അത് എല്ലാ മാസവും നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത് അതിൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ നമ്മൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ 1% അതിൽ നിന്നെടുത്താൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം അത് ഒരുക്കിത്തരും. അതിനുള്ളൊരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ഹലോ, ഇത് വിജയനാ. എന്തൊക്കെയുണ്ട്? ഗൾഫിലേക്ക് തിരികെ വരാൻ തോന്നുന്നുണ്ടോ? എന്തായാലും പോകുന്നില്ലേ? യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നിക്ഷേപമൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്ത് ആത്മവിശ്വാസം നിനക്ക്? എന്ത് നിക്ഷേപമാണ് നടത്തിയേ? 10 വർഷം ഗൾഫിൽ നിന്നപ്പോ ബർജിൽ ജിയോജി സെക്യൂരിറ്റീസ് വഴി ഞാൻ സുരക്ഷിതമായി നിക്ഷേപം നടത്തിയിരുന്നു. ഇപ്പൊ അതൊരു വലിയ തുകയായെന്ന് മാത്രമല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന മാസ വരുമാനം കൊണ്ട് ചെലവുകൾ സുഖമായി നടന്നു പോവുകയും ചെയ്യുന്നു. അവരുടെ ദുബായിലെ നമ്പറും തരുമോ? എനിക്കും ഭാവിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടം. 050145598 ഇന്ന് തന്നെ വിളിക്ക്. ഭാവിയെ കുറിച്ച് പുഞ്ചിരിയോടെ ചിന്തിക്കുക. സ്വിറ്റ്സർലൻഡിൽ നിർമ്മിച്ചത് ഗോൾഡ് പ്ലേറ്റിംഗിന്റെ തിളക്കം, മനോഹരമായ ഫാഷൻ ഡിസൈൻ. സ്വിറ്റ്സർലൻഡിൽ നിർമ്മിച്ച മനോഹരമായ ആക്യുറേറ്റ് വാട്ടർ പ്രൂഫ് വാച്ചുകൾ നിമിഷങ്ങളെ അവിസ്മരണീയമാക്കുന്നു. ആദായകരമായ വില. Accurate Swiss made watches, absolutely Swiss, absolutely affordable. രമേശേ, നീ എന്താ വല്ലാതിരിക്കുന്നേ? തോമസ്, ഞാനിന്ന് ഡോക്ടറെ കണ്ടു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒന്നും കൺട്രോൾ ആയിട്ടില്ല. മരുന്ന് കഴിച്ചാണെ മടുത്തു. നീ അറിഞ്ഞില്ലേ? അബുദാബി അപ്പോളോ മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ സന്ദീപ് TK ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ മെഡിസിനിലും ഡയബറ്റീസിലും MDയും MRCPയും ഉള്ള ഡോക്ടർ സന്ദീപിന്റെ സേവനം എല്ലാ ദിവസവും അപ്പോളോയിൽ ലഭ്യമാണ്. അപ്പോളോ മെഡിക്കൽ സെന്റർ ആതുര സേവനത്തിന് അബുദാബിയിൽ പുതിയൊരധ്യായം. ഹംദാൻ സ്ട്രീറ്റ്, BHS ബിൽഡിംഗ്, നിയർ ADCB ബാങ്ക്, അബുദാബി. ഫോൺ 026397733. G-Pass പ്രണയപൂർവം. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് G-Pass ഇലക്ട്രോണിക്സും ഏഷ്യനെറ്റ് റേഡിയോയും ചേർന്നൊരുക്കുന്നു G-Pass പ്രണയപൂർവം. ഏറ്റവും മികച്ച പ്രണയ സന്ദേശം അയക്കുന്ന 6 പേർക്ക് G-Pass DVD പ്ലെയർ സമ്മാനം. ഇപ്പോൾ തന്നെ G-Pass എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രണയ സന്ദേശങ്ങൾ 6366 എന്ന നമ്പറിലേക്ക് SMS ചെയ്യൂ. G-Pass പ്രണയപൂർവം. വിജയികളെ സുപ്രഭാതം, ഫണ്ണറ്റൻ, ഉച്ചഭാഷിണി എന്നീ പരിപാടികളിലൂടെ പരിചയപ്പെടുത്തുന്നു. G-Pass പ്രണയപൂർവം. കണ്ണട ഒഴിവാക്കുന്നതിനുള്ള തികച്ചും സുരക്ഷിതമായ അത്യാധുനിക ചികിത്സാ രീതിയായ ലാസിക് ട്രീറ്റ്മെന്റ്
അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ലാസിക് ട്രീറ്റ്മെന്റിന്റെ സാധ്യത അറിയുന്നതിനുള്ള പ്രാരംഭ ചെക്കപ്പായ ഓർബ് സ്കാൻ ഇപ്പോൾ അബുദാബി അഹല്യ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ലാസിക്കിനോടൊപ്പം തന്നെ തിമിരം, ഗ്ലൂക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ നേത്രരോഗങ്ങൾക്കുള്ള അത്യാധുനിക ചികിത്സാ രീതിയും വളരെ കുറഞ്ഞ ചെലവിൽ അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ഗൾഫ് മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 05069258811 05069258811. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. നമ്മൾ SIP ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചു. അതെ, SIP ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഫണ്ട് ജെം ഈക്വിറ്റി ഡൈവേഴ്സിഫൈഡ് ഫണ്ടുണ്ട്, ജെം ഈക്വിറ്റി ഫണ്ട്. ആ ഈക്വിറ്റി ഫണ്ട് 11.11 കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലും 2,20,000 റിട്ടേൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇരട്ടിയോളം വന്നു എന്നർത്ഥം. അപ്പം നമ്മൾ ഇത് കാണേണ്ടത് വൺ ടൈം അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, എല്ലാ മാസവും വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും 1000 ഉറുപ്പിക വെച്ച് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പറയുന്നത്. ഞാനിത് 1000 വെച്ച് പറയുമ്പോഴാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ തെറ്റിദ്ധരിക്കരുത് 1000 ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. കണക്കുകൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1000 പറഞ്ഞു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കേൾക്കുന്ന ആളുകൾക്ക് 10,000 അതിൽ കൂടുതലൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ്. എനിക്ക് ഇവിടെ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു നിർബന്ധമുള്ളത്, ഇത് കേൾക്കുന്ന ഒരാൾ പോലും നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടരുത്. അത് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ചെറിയൊരു പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ അതെ, നമുക്ക് ധാരാളം നിക്ഷേപാവസരങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വ്യവസായങ്ങൾ തുടങ്ങാം, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാമെങ്കിലും ചെറിയ സംഖ്യ ഉപയോഗിച്ച് ഇത്രയും റിട്ടേൺ കിട്ടുന്ന ഒരു മാർഗം വേറെ ലോകത്തിൽ തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം തുച്ഛമായ സംഖ്യ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം. ധാരാളം ആളുകൾ കൊച്ചു മക്കളുള്ളവരുണ്ട്. 18 വയസ്സായി കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് നല്ലൊരു സംഖ്യ ആവശ്യം വരുന്ന സമയം വന്നിരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മെറിറ്റിൽ കിട്ടിയാൽ പോലും ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ വലിയ സംഖ്യ ആവശ്യം വരുന്ന സാഹചര്യം വരികയാണ്. ഇന്ന് സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുട്ടിക്ക് മെറിറ്റിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ടോട്ടൽ ഫീസ് 1,00,000 വരും. എല്ലാം കൂടി 1,00,000 വരുന്നു. ഫീസ് 25,000, മറ്റുള്ള ചിലവെല്ലാം കൂടി മാക്സിമം വരുന്നത് 1,00,000 ഉറുപ്പികയെ വരുന്നുള്ളൂ. അതേസമയം 10 വർഷം കഴിഞ്ഞാൽ അതേ മെറിറ്റിൽ കിട്ടിയ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3,00,000 വരും. അതേസമയം ഇതെല്ലാം കിട്ടി ഓരോ വർഷം ചെല്ലും തോറും കോമ്പറ്റീഷൻ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല നമ്മുടെ മക്കൾക്ക് കോമ്പറ്റീഷനിൽ കൂടെ അഡ്മിഷൻ കിട്ടുമെന്ന്. അങ്ങനെ കിട്ടാതെ വന്നാൽ ഇതിൻ്റെ 10 ഇരട്ടിയിൽ കൂടുതലാണ് യഥാർത്ഥത്തിൽ ചെലവുകൾ വരുന്നത്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ കൊടുക്കേണ്ട സംഖ്യ അത് പബ്ലിക്കലി പറയാൻ പറ്റാത്തതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാതെ നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം സാധ്യമല്ല. ഇന്ന് ഒരു 8 വയസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പിതാവ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 10,000 ഉറുപ്പിക ഇനിയുള്ള കാലം 10 വർഷം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ വ്യക്തിക്ക് ഇപ്പോൾ കണ്ട ഫലം അനുസരിച്ച് കിട്ടാൻ പോകുന്ന 60,00,000 ഉറുപ്പികയാണ്. അങ്ങനെ 60,00,000 കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മെറിറ്റിൽ കിട്ടില്ല എങ്കിൽ പോലും അഡ്മിഷൻ വാങ്ങിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലാനിങ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്
മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഇതേ പ്ലാനിങ് ഉപയോഗപ്പെടുത്താം. നമ്മുടെ മക്കളുടെ വിവാഹത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കൊരു ഭവനം നിർമ്മിക്കണമെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം. ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി കടം വാങ്ങിക്കുകയാണെങ്കിൽ 10 ലക്ഷം കടം മേടിച്ചാൽ 10 വർഷം കൊണ്ട് അത് 20 ലക്ഷം ഉറുപ്പികയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. അതിന് പകരം 10 വർഷം കാത്തിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നിർബന്ധപൂർവം ആ ബാങ്കിന് കൊടുക്കേണ്ട സംഖ്യ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു വീട് വെക്കാനും സാധിക്കും, കയ്യിൽ ജീവിക്കാനുള്ള വകയും കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങൾക്കും ഒരു വീട് വെക്കേണ്ട ആവശ്യത്തിന്, തിരിച്ചു പോയാൽ കൃത്യമായ ഒരു വരുമാനം ലഭിക്കേണ്ട ആവശ്യത്തിന്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് SIP കൊണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓരോന്നിനും എത്ര നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അനുയോജ്യമായ ഒരു സംഖ്യയുടെ SIP ചെയ്യുവാൻ നമ്മൾ മുതിരുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താം. ഒരു ഭവനം നിർമ്മിക്കണമെങ്കിൽ അത് നമുക്ക് ഉറപ്പുവരുത്താം. തിരിച്ചു ചെന്ന് ജീവിക്കുമ്പോൾ സുഖസന്തോഷത്തോടെ ജീവിക്കാനുള്ള മന്ത്ലി വരുമാനം വേണമെങ്കിൽ അതും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും നിർബന്ധമായി ചെയ്യേണ്ടത് ജീവിതത്തിൽ ഒരു SIP ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക. അതിന് 4000 ഉറുപ്പികയോ അതിൽ കൂടുതലോ അല്ലാത്ത സംഖ്യയ്ക്ക് SIP ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡിൻ്റെ ആവശ്യം ഇല്ല. അതേസമയം 4000-ൽ കൂടുതലുള്ള സംഖ്യയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് ലഭിക്കാൻ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, 2 ഫോട്ടോഗ്രാഫ്, നമ്മളുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള NRI അക്കൗണ്ടിൻ്റെ അഡ്രസ്സോടുകൂടിയ സ്റ്റേറ്റ്മെൻറ്റോ ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമുക്ക് ഇവിടുന്ന് തന്നെ ഞങ്ങളുടെ ഓഫീസ് മുഖേന എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നിന്ന് പാൻ കാർഡ് എടുക്കാൻ സാധിക്കും. എന്തായാലും പാൻ കാർഡ് നിർബന്ധമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് അത് എടുക്കുക. അതിനും പുറമെ നല്ല ബാങ്കുകളിൽ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ബാങ്കുകളിൽ, അതും പ്രധാനമായിട്ട് കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലുള്ള ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജില്ലാ തലസ്ഥാനങ്ങളിലുള്ള ബാങ്കുകൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതും അല്ലെങ്കിൽ HDFC, ICICI, ആക്സിസ് ബാങ്ക്, IDBI ബാങ്ക്, ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ എവിടെയെങ്കിലും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പ്രധാന പട്ടണങ്ങളിലുള്ള സ്ഥലത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അപേക്ഷ ഫോറം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് SIPക്കുള്ള സംഖ്യ പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല, അഥവാ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അടക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പെനാൽറ്റിയോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതും ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്, നമുക്ക് വീണ്ടും തുടരുമ്പോൾ അതിന് ഒരു വിഘ്നവും വരുത്താതെ എത്ര സംഖ്യ നമ്മൾ അടച്ചോ അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. പിന്നീട് അടക്കാൻ പോകുന്നതിനും ഈ രൂപത്തിലുള്ള ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ചില ഇൻഷുറൻസ് മറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടക്കാതിരുന്നാൽ പെനാൽറ്റിയും മറ്റുള്ള പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ SIP ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്, എല്ലാ ശ്രോതാക്കളും SIP ചെയ്തുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കുക. സാധിക്കുമെങ്കിൽ നെറ്റിൽ പോയി valueresearch.com പോയി ഇതെല്ലാം സ്വയം മനസ്സിലാക്കുവാനും ശ്രമിക്കുക. അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അത് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒരു കോളോട് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. തോമസ് ആണ്, അബുദാബിന്ന്. ആ സാറേ, ഞാൻ ഇത് പാൻ കാർഡ് എടുക്കാൻ കൊടുത്തിരുന്നേ. ഓക്കെ. അതെന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഫ്രണ്ടാണ് കൊടുത്തത്. അപ്പൊ കൊടുത്ത അഡ്രസ്സിൽ നിന്ന്, അതിന് കൊടുത്തിരുന്ന അഡ്രസ്സിൽ നിന്ന് മാറിയാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. ഓക്കെ. പാൻ കാർഡ് പിന്നെ രണ്ടാമത് അന്വേഷിച്ചാൽ അവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോയി പറഞ്ഞിട്ട് എവിടെ ഒന്നും അറിയില്ല, കിട്ടിയില്ല. അതെ. അപ്പോൾ താങ്കൾക്ക് അറിയില്ലേ താങ്കൾ മാറി താമസിക്കാൻ പോകണമെന്നൊക്കെ? ഇത് ഞാനിത് ചോദിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ പാൻ കാർഡിന് നാട്ടിൽ അപേക്ഷിക്കുമ്പോൾ ഇൻകം ടാക്സിൽ നിന്ന് വരുന്ന ഒരു പേപ്പറും ആളവിടെ ഇല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ നമ്മളത് അപേക്ഷിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററുടെ പേരിൽ ഇങ്ങനെ വരുന്ന കടലാസുകൾ, ഡോക്യുമെൻറ്റുകൾ, ഉരുപ്പടികൾ താങ്കളുടെ അഭാവത്തിൽ താങ്കളുടെ ഭാര്യയോ പിതാവിനെയോ മാതാവിനെയോ
ഏൽപ്പിക്കണമെന്ന് രേഖാമൂലം അവരെ അധികാരപ്പെടുത്തിയാൽ മാത്രമേ അത് കൊടുക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യുമ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള നടപടി എടുത്തിട്ടേ നമ്മൾ അപേക്ഷിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് മുഖേന ചെയ്യുമ്പോൾ ഈ അപേക്ഷിച്ച ആളുടെ കയ്യിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ പുതിയ അഡ്രസ്സ്, താങ്കൾ താമസിക്കുന്ന പുതിയ സ്ഥലത്തെ അഡ്രസ്സിൻ്റെ പ്രൂഫ് വേണം. അതിനെന്താ താങ്കൾക്കുള്ളത് പ്രൂഫ്? പുതിയ വീട്ടിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ എന്ത്? അപ്പം അന്ന് ആ റേഷൻ കാർഡ് കാണിച്ചില്ലേ? ഇപ്പം എത്ര വർഷം മുമ്പ് അത് സംഭവിച്ചത്? അതെ, 1.5 വർഷത്തോടു കൂടിയ ആരടുത്താണോ ഇത് ചെയ്തത് അവരോട് ചോദിച്ചാൽ അവരതിനുള്ള വഴികൾ പറഞ്ഞുതരും. അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അപേക്ഷ ആരെ കയ്യിൽ കൊടുത്തോ അവരോട് പറഞ്ഞിട്ട് പുതുതായിട്ട് ഈ പുതിയ അഡ്രസ്സോടു കൂടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് വരും. വേറെ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല, വേറെ നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ആൾക്ക് ഒരു പാൻ കാർഡേ ഇഷ്യൂ ചെയ്യുള്ളൂ. നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, ശരി. ഓക്കെ തോമസ്. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർക്ക് ബിരുദം നേടാനുള്ള സുവർണാവസരം. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ BBA, BCom, BA തുടങ്ങിയ കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു. ലളിതമായ പാഠ്യപദ്ധതി, വർഷത്തിൽ 2 പ്രാവശ്യം പരീക്ഷ, അബുദാബിയിൽ പരീക്ഷാ കേന്ദ്രം. വിശദ വിവരങ്ങൾക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, ഫോൺ 026435 നമ്പർ ഒരിക്കൽ കൂടി 026435 ഈ ഉത്സവകാലത്തിന് നിറമേകാൻ 2012 മോഡൽ പുതുപുത്തൻ കാറുകളുടെ അതിഗംഭീര ശേഖരവുമായി അറോമ റെന്റ് എ കാർ 5ാം വയസ്സിലേക്ക്. ചുരുങ്ങിയ കാലയളവിൽ ഉപഭോക്താക്കളുടെ മനം കവർന്ന അറോമ റെന്റ് എ കാർ ഉടൻ ധൈര്യയിലും. ഫോർ ഓൺലൈൻ ബുക്കിംഗ് വിസിറ്റ് അവർ വെബ്സൈറ്റ് www.aromarentcar.com. വിജയവീഥിയിൽ നിങ്ങളോടൊപ്പം അറോമ റെന്റ് എ കാർ, ദുബായ്, അൽഖൂസ്. 04-355433 04-3466-345. അറോമ റെന്റ് എ കാർ, ഡ്രൈവ് ടു സക്സസ്, എ ഡിവിഷൻ ഓഫ് അറോമ ഗ്രൂപ്പ്. നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ടിങ്ങിന് സമ്പൂർണ്ണ പരിഹാരവുമായി ക്വിക്ക് ബിസിനസ് മാനേജർ. ബിസിനസ് അക്കൗണ്ടിങ്ങിൽ പരിജ്ഞാനമില്ലാത്തവർക്കും ഉപയോഗിക്കാവുന്ന ലളിതമായ സോഫ്റ്റ്വെയർ 15 ഭാഷകളിൽ ലഭ്യം. അവൈലബിൾ ട്രയൽ എഡിഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് www.qbm-me.com സന്ദർശിക്കുക. www.qbm-me.com, a complete business accounting suite for any business. Quick Business Manager. G-Pass പ്രണയപൂർവം. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് G-Pass ഇലക്ട്രോണിക്സും ഏഷ്യനെറ്റ് റേഡിയോയും ചേർന്നൊരുക്കുന്നു G-Pass പ്രണയപൂർവം. ഏറ്റവും മികച്ച പ്രണയ സന്ദേശം അയക്കുന്ന 6 പേർക്ക് G-Pass DVD പ്ലെയർ സമ്മാനം. ഇപ്പോൾ തന്നെ G-Pass എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രണയ സന്ദേശങ്ങൾ 6366 എന്ന നമ്പറിലേക്ക് SMS ചെയ്യൂ. G-Pass പ്രണയപൂർവം. വിജയികളെ സുപ്രഭാതം, ഫണ്ണറ്റൻ, ഉച്ചഭാഷിണി എന്നീ പരിപാടികളിലൂടെ പരിചയപ്പെടുത്തുന്നു. G-Pass പ്രണയപൂർവം. കണ്ണട ഒഴിവാക്കുന്നതിനുള്ള തികച്ചും സുരക്ഷിതമായ അത്യാധുനിക ചികിത്സാ രീതിയായ ലാസിക് ട്രീറ്റ്മെന്റ് അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ലാസിക് ട്രീറ്റ്മെന്റിന്റെ സാധ്യത അറിയുന്നതിനുള്ള പ്രാരംഭ ചെക്കപ്പായ ഓർബ് സ്കാൻ ഇപ്പോൾ അബുദാബി അഹല്യ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ലാസിക്കിനോടൊപ്പം തന്നെ തിമിരം, ഗ്ലൂക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ നേത്രരോഗങ്ങൾക്കുള്ള അത്യാധുനിക ചികിത്സാ രീതിയും വളരെ കുറഞ്ഞ ചെലവിൽ അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ഗൾഫ് മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 050-6925-811 050-6925-811. അഹല്യ ജീവിതരേഖ
നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ജീവിതരേഖ തുടർന്ന് ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 04391416 ഹലോ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് സർ, ജെയ്സൺ ആണ് അബുദാബി. ജെയ്സൺ പറയൂ. സാർ ആക്ച്വലി സാറിനോട് സംസാരിക്കാനാണ്. കേൾക്കുന്നുണ്ട് ജെയ്സൺ, പറയൂ. ജെയ്സൺ നാട്ടിലെവിടെ? തൃശ്ശൂരല്ലേ? എനിക്ക് ICICI മ്യൂച്വൽ ഫണ്ടില് അവർക്കൊരു എന്റെ മോളുടെ പേരിലാണ് ചേർന്നുണ്ടായിരുന്നത്. ഓക്കെ. 6 months കൂടുമ്പോൾ ഒരു 10,000 പ്ലാൻ, അതൊരു SIP പോലെയാണ് അവരെന്ന് പറഞ്ഞിരുന്നത്. അത് മ്യൂച്വൽ ഫണ്ട് അല്ല കേട്ടോ, അത് ഇൻഷുറൻസ് ആണ്. അത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് അതെ. അതിൽ സാർ അപ്പോൾ ആക്ച്വലി ഞാനിപ്പോ 2006 മുതൽ അടയ്ക്കുന്നതാണ്. ഓക്കെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 1 lakh അതിലിപ്പോ 5 years കൊണ്ട് അടച്ചു. ഓക്കെ. പക്ഷെ അതിൽ ഗ്രോത്ത് കാണുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഓൺലി 1,15,000. ഇപ്പൊ കാണുന്ന എമൗണ്ട് ഇറ്റ്സ് ഓൺലി ലൈക്ക് 1. താങ്കൾ അതിൽ ചേരുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ ചേർന്നത്? മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല, മേ ബി ഓൺലി ലൈക്ക് 50%. അത് അങ്ങനെ ആയാൽ പറ്റില്ല. അതല്ല എനിക്ക് പറയാനുള്ളത്. കമ്മീഷൻ ബേസിസ് ഒക്കെ എമൗണ്ട് എടുത്തിരുന്നു. അതെ. അപ്പൊ അത് കഴിഞ്ഞാൽ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ പറയാം ജെയ്സൺ, അതിൽ മനസ്സിലാക്കേണ്ട കാര്യം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ 2 കാര്യമുണ്ട് അതിൽ. ഒന്ന്, അതിൽ നല്ലൊരു സംഖ്യ ഫസ്റ്റ് 3 years കമ്മീഷൻ പോവും. മ്യൂച്വൽ ഫണ്ടിൽ കമ്മീഷൻ പോകുന്നത് 1.5% മാക്സിമം പോകുന്നത്. ഇതിൽ ആ സമയത്ത് ചിലപ്പോൾ ചില മ്യൂച്വൽ ഫണ്ട് 70% കമ്മീഷൻ എടുത്ത സംഭവങ്ങളും ഇവിടെ വിളിച്ചു പറഞ്ഞ അനുഭവം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ICICI പ്രുഡൻഷ്യലിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ അത്ര അധികം എടുത്തിട്ടുണ്ടാവില്ല. എന്നാലും മാന്യമായ നിലയ്ക്ക് കമ്മീഷൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് നിക്ഷേപത്തിന് പോകുന്നത്. ഇൻഷുറൻസിൻ്റെ കവറേജിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗവും നഷ്ടപ്പെടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യയാണ് താങ്കൾ എത്രയാണോ കൊടുത്തത് അതിൽ നിന്ന് കമ്മീഷൻ കഴിച്ച് ബാക്കിയുള്ള സംഖ്യ മാത്രമാണ് നിക്ഷേപത്തിന് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിനുള്ള ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ലാഭം കിട്ടുമ്പോഴാണ് ലാഭം കാണാൻ സാധിക്കുള്ളൂ. സാർ, ഇങ്ങനത്തെ പ്ലാനിൽ ഇപ്പൊ നമ്മളൊരു 20 years ഒക്കെ ഈ എമൗണ്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതോ അതല്ല, അതിനേക്കാൾ കൂടുതൽ SIP-യിലാണ് കിട്ടുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ റിട്ടേൺ, ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങളിത് രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആളുകളോട് പറയും ഇത് വ്യക്തമായിട്ട്. ഒരു മോഹന വാഗ്ദാനവും ഞങ്ങൾ കൊടുക്കാറില്ല. എത്രയാണ് കമ്മീഷൻ എന്നുള്ള ആ കമ്മീഷൻ എത്രയാണെന്ന് പറയും. മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ഞങ്ങൾ ഇത്ര കിട്ടുമെന്ന് പറയില്ല. ഈ ഇൻഫോർമേഷൻ പബ്ലിക് ഇൻഫോർമേഷനാണ് ഇപ്പം ഞാനിന്ന് പറഞ്ഞത്. താങ്കൾക്കും കാണാം, എനിക്കും കാണാം. പബ്ലിക് ഡൊമൈനിൽ ഇതുവരെ കൊടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് കൊടുത്തതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. നമ്മളത് ചെയ്യുന്നത് ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ട് ആണ്. ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഇതിന് കമ്മീഷൻ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു SIP-യിൽ കിട്ടുന്ന അത്ര റിട്ടേൺ ഇതിൽ കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ. പക്ഷേ SIP-യിൽ ഇൻഷുറൻസ് കിട്ടുന്നില്ല, പക്ഷേ ഇതിൽ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ റിട്ടേൺ വളരെ കുറവുമാണ് ഈ കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് അത്ര കിട്ടും ഇത്ര കിട്ടും എന്ന് പറയുന്നത് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന ധാരാളം ആളുകൾക്ക് സംഭവിക്കുന്ന മറ്റൊരു അബദ്ധം, 2 ആഴ്ച മുമ്പ് അബുദാബിയിൽ എന്നൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്, അദ്ദേഹം നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഒരു ഏജൻറ്റ് വന്ന് ഇത് 1 time ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ഏജൻറ്റിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ കടലാസൊക്കെ എല്ലാം ഒപ്പിട്ട് കൊടുത്തു. പെട്ടെന്ന് അദ്ദേഹം പോന്നു. ഇവിടെ വന്ന് അതങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് വരുന്നു, 2nd ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് 5 ലക്ഷം അടക്കാൻ പറഞ്ഞിട്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് വലിയ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന് 5 ലക്ഷം പോയിട്ട് 50,000 മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപേക്ഷാ ഫോറം ഫില്ല് ചെയ്തതിന് മാത്രമേ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് വായിച്ചു നോക്കൽ നമ്മളുടെ കടമയാണ്. അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചു വെക്കലും നിർബന്ധമാണ്. മാത്രമല്ല അതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു മഷി കൊണ്ട് അവിടെ ബ്ലാങ്ക് ഒരു വര വരച്ച് മറ്റൊന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ പണം നമ്മൾ മുടക്കുമ്പോൾ സ്വല്പം ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഓരോ നിക്ഷേപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് അന്ധമായി വിശ്വസിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച 2:30 മണിക്ക് ഗൾഫ് മോഡൽ സ്കൂളിൽ എൻ്റെ 263ാമത്തെ പ്രോഗ്രാമുണ്ട്. ശ്രോതാക്കൾക്ക് വരാം. അത് പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാൻ അവർ സമ്മതം തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം. വീണ്ടും പറയാണ്, ഗൾഫ് മോഡൽ സ്കൂളിൽ അടുത്ത വെള്ളിയാഴ്ച 2:30 മണിക്ക് 17-ാം തീയതി വെള്ളിയാഴ്ച 2:30 മണി മുതൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. വിനീതമായി ക്ഷണിക്കുന്നു എല്ലാവരെയും. ശ്രീ കെ വി ഷംസുദ്ദീനെ ബന്ധപ്പെടേണ്ട നമ്പർ 05064678001 64678001 അല്ലെങ്കിൽ 05014555598 14555598. ഇമെയിൽ kvshams@gmail.com. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിച്ചത് അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ആതുര സേവന രംഗത്തും ധനവിനിമയ രംഗത്തും മലയാളികളുടെ ആത്മമിത്രം.